അപ്പോ നവകേരള സദസ്സിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് പിണറായി വിജയൻ പറഞ്ഞ പച്ചക്കള്ളം അത് 8 നിലയിൽ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. പരാതികളുടെ തീർപ്പാക്കൽ കാര്യമല്ല, വികസനം നടത്തി കേരളത്തെ ന്യൂയോർക്കാക്കി എന്നുള്ളതുമല്ല, കൃത്യമായി സാധാരണക്കാരായ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യം തന്നെ, പണം, ആനുകൂല്യങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമസ്കാരം. അപ്പോ നവകേരള സദസ്സിലെ 62 ലക്ഷം പരാതികൾ അതൊക്കെ ഇപ്പോ തീർപ്പാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യം എന്ന് പിണറായി വിജയൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥവുമില്ല. അപ്പോൾ അടുത്ത വിഷുവിന് പടക്കം പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കൈയക്ഷരം എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഇനി കേരളത്തിലത്തെ ജനതയ്ക്ക് ബാക്കിയുള്ളൂ. പക്ഷേ എല്ലാ സദസ്സുകളിലും നമ്മുടെ മുഖ്യൻ പറഞ്ഞു നടന്ന ഒരു കാര്യമുണ്ട്, കേന്ദ്രം തരുന്നില്ല എന്ന്. നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് അതിനെ പൊളിക്കാൻ, അതായത് സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴും കേരളത്തിലെ പ്രബുദ്ധ ജനത അതിനെ പച്ചക്കള്ളമായിട്ട് തന്നെ കരുതി തള്ളിക്കളഞ്ഞു. കാരണം പ്രബുദ്ധർക്ക് സ്വീകരിക്കാൻ താല്പര്യം പിണറായിയുടെ കല്ലുവെച്ച നുണകൾ തന്നെയാണ്. കൃത്യമായിട്ട് ആ അവസരത്തില് പിണറായിക്ക് ഒരു കാര്യം കൂടി ചൂണ്ടക്കുളത്തിൽ കുടുങ്ങിക്കിട്ടി. TN പ്രതാപൻ എന്ന് പറയുന്ന ഒരു MP പിന്നീട് പിണറായി പറഞ്ഞു, താൻ പറഞ്ഞ കേന്ദ്രം തരുന്നില്ല എന്ന സത്യം നവകേരള സദസ്സിലൂടെ ജനം മനസ്സിലാക്കി തുടങ്ങിയതോടെ പ്രതിപക്ഷം വരെ നിക്കക്കള്ളിയില്ലാതെ ലോക്സഭയിൽ കേരളത്തിന് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഗതികേടിലേക്ക് എത്തി എന്ന്. അതിന് കേരളത്തിന് ബോധിപ്പിക്കാൻ കൃത്യമായ കണക്കുകൾ ഇല്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന കൃത്യമായ കണക്കുകളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പിണറായിക്കും കുടുംബത്തിനും മറ്റ് പരിവാരങ്ങൾക്കും പേടി സ്വപ്നമായിട്ടുള്ള ഒരാൾ. അതും BJP-യിൽ നിന്നല്ല കേട്ടോ, കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA തന്നെ, സാക്ഷാൽ മാത്യു കുഴൽനാടൻ. അതും ഇത്രയും കൃത്യമായ കണക്കുകൾ ഒരു BJP-കാരൻ പോലും ചാനൽ ചർച്ചകളിൽ നിരത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചത്, അതായത് കേന്ദ്രം മാറ്റിവെച്ചത് കേരളത്തിനാണ് എന്നുള്ള ഒരു സത്യം. അതും വെസ്റ്റ് ബംഗാളിന് പോലും 45,000 കോടി മാറ്റിവെച്ചപ്പോ കേരളത്തിന് മാറ്റിവെച്ചത് 53,000 കോടി രൂപയാണ്. അടുത്തതായിരുന്നു ക്യാപ്സൂളുമായിട്ട് വന്ന കമ്മിയെ ശരിക്കും ഉത്തരം മുട്ടിച്ച ചോദ്യം. അതായത് കേരളം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഓരോ വർഷവും പ്രതീക്ഷിക്കുന്ന പണം അതാത് വർഷത്തെ ബഡ്ജറ്റിൽ കാണിക്കും. അതില് 2020-21 പ്രതീക്ഷിച്ചത് 32,600 കോടി രൂപ. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 10,000 കോടി അധികം, അതായത് 42,600 കോടി രൂപ. ഇനി 2021-22 പ്രതീക്ഷിച്ചത് 44,800 കോടി രൂപ. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 3,000 കോടി അധികം, അതായത് 47,800 കോടി രൂപ. ഇനി ഈ സാമ്പത്തിക വർഷത്തില് 48,200 കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതും കൂടുതലായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വാദത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളക്കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ട് രേഖകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പരിഹസിക്കുന്നുമുണ്ട് അദ്ദേഹം. ഇനി വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 3% എന്നത് അന്നും ഇന്നും 3% തന്നെയാണല്ലോ എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കുഴൽനാടൻ പറയാൻ വിട്ടുപോയ ഒരു കണക്ക് കൂടി പറയാം. അതായത് ടാക്സ് ഇനത്തിൽ കേരളം പിരിക്കാനുള്ളത് 28,000 കോടി രൂപയാണ്. അതായത് കുടിശ്ശിക, അതായത് മൊത്തം പിരിച്ചെടുക്കാനുള്ള ടാക്സിന്റെ 25% പിരിക്കാതെ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് എന്നർത്ഥം. കേരളം അതും കൂടി പിരിക്കാനുള്ള ആർജവം കാണിച്ചാൽ വീണ്ടും വരുമാനം കൂടും. അതായത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ചുമ്മാ കേന്ദ്രത്തിനെ വിളിച്ച് കരയുക, ഒപ്പം കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുക, പിന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധൂർത്തും സർക്കിട്ടും വേറെ. ഇനി അവസാനം ഒരു കാര്യം കൂടി ഞാൻ സംശയിക്കുന്നുണ്ട്, അതായത് കോൺഗ്രസ് ഇനി കുഴൽനാടനെ ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുമോ എന്നുള്ളത്. കാരണം VD സതീശന് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ.